ഇതുവഴിയെ പോയതാര്, ഇളം കാറ്റായി തഴുകിയതാരെ, ഇരുളിലും നീ തേടുവതാരെ, ഇമച്ചിമ്മാതെ ഇടയനോ മന്നനോ, ഇട തേടും വ്യാഘ്രമോ. ഇതുവഴിയെ പോയതാര്, ഇളം കാറ്റായി പ്രിയതാരെ, ഇതുവഴിയെ പോയതാര്, ഇളം കാറ്റായി തഴുകിയതാരെ. പതിനായിരങ്ങളിൽ അതികോമളൻ പല്ലക്കിലേറി പോയൊരു പാത, പ്രണയപരാക്രമി പുകത്തൂൺ പോലെ പാഴ്മരുഭൂവിൽ തേടി വരും. ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ, ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ. പനിനീർ കുസുമമായി പാട്ടിലെ ഈണമായി, ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ. വെണ്മയിൽ അരുണിമ ചേർന്നൊരുവൻ വെയിലിലും കാണും ഹിമകണം. വചനമിതാ മർത്യനായി വ്യത്യാസം കൂടാതെ, വിഭജനമില്ലാതെ. ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ, ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ. മുറിവുള്ള കൈകളിൽ മൂറോൻ സുഗന്ധം, വാതിൽ പഴുതിലൂടെ എന്നെ വിളിച്ചു. വരിക പ്രിയേ എന്നരികിൽ, വിരഹത്തിൻ നൊമ്പരം ഞാനറിഞ്ഞു. വിധി തേടി വീഥിൽ ഞാനലഞ്ഞു. ഇതുവഴിയെ പോയതാര്, ഇളം കാറ്റായി തഴുകിയതാരെ, ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ. കാലം കാതോർത്ത നാദം ശ്രവിച്ചു ഞാൻ, കാണാൻ കഴിഞ്ഞെനിക്കാ ദിവ്യരൂപം. കാനനപാതയിൽ ഇനിയും നടക്കും, കാണും ഞാൻ എൻ ഇടയനെ, കാണും ഞാൻ എൻ രാജാവിനെ. ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ, ഇതുവഴിയെ പോയതാരെ, ഇളം കാറ്റായി തഴുകിയതാരെ. Thank you friends for joining in this live. Thank you for watching. ഇന്നലെ നമ്മൾ നിത്യ നരക സിദ്ധാന്തത്തെക്കുറിച്ച് ആണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിത്യനരക സിദ്ധാന്തം പ്രസംഗിക്കുന്ന ധാരാളം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം റോമൻ കത്തോലിക്ക സഭയാണ്. ഈ റോമൻ കത്തോലിക്ക സൈദ്ധാന്തിക ഫ്രെയിംവർക്കിൽ നിന്നാണ് മറ്റ് സഭകൾക്കെല്ലാം ഈ നിത്യ നരക സിദ്ധാന്തം
കിട്ടിയിട്ടുള്ളത്. ഈ റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സഭയുടെ ചരിത്രത്തിൽ അവർ ഈ ലോകത്തിൽ തന്നെ കോടിക്കണക്കിന് ആളുകളെ നരകം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. അവരുടെ ചെയ്തികളുടെ ചരിത്രങ്ങൾ അല്പമായി നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിത്യനരക സിദ്ധാന്തം ക്രിസ്തീയമല്ലാത്തത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ നിത്യനരക സിദ്ധാന്തം രൂപപ്പെടുന്നത് പാശ്ചാത്യ സഭയിൽ നിന്നാണ്. വിശേഷിച്ച് ഹിപ്പോയിലെ അഗസ്റ്റിൻ, അദ്ദേഹമാണ് ഈ നിത്യനരക സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന വക്താവ്. എന്തുകൊണ്ടാണ് ആളുകൾ നരക സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നത്? അവർ ശിക്ഷയിലും നീതി നടപ്പാക്കലിലും വിശ്വസിക്കുന്നു. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒരു ക്രൂരത ചെയ്യുന്നയാളെ നായകനോ അല്ലെ സിനിമയിലെ പോലീസ് ഓഫീസറോ വളരെ കർക്കശമായി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നമ്മൾ കൈയടിക്കും. നമ്മളെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഒരാളെ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്, അപകടത്തിൽ കിടക്കുകയാണ്. അതുവഴി പോകുന്ന ആളുകൾക്കെല്ലാം എത്തി നോക്കാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിൽ വ്യക്തമായിട്ട് രണ്ട് വശത്തേക്കുമുള്ള ഹൈവേകൾ വളരെ വേർതിരിച്ച് വെച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒരു സൈഡിൽ ആക്സിഡന്റ് ഉണ്ടായാൽ മറ്റേ സൈഡിൽ ട്രാഫിക് ഉണ്ടാവും. അപ്പുറത്തോട്ട് പോകുന്ന റോഡിൽ ആക്സിഡന്റ് ഉണ്ടായാൽ ഇപ്പുറത്തെ ഡിറക്ഷനിൽ പോകുന്ന ആളുകൾ അവിടെ സ്ലോ ചെയ്തിട്ട് എത്തി നോക്കുക തന്നെ. ഒന്നും കാണാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഇവൻ സ്ലോ ചെയ്യും, എത്തി നോക്കുക. ഇതെന്താണ് അതിന്റെ കാരണം? ചോര കാണാനുള്ള നൈസർഗികമായ ഒരു താല്പര്യം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മനുഷ്യന്റെ ഉള്ളിലുള്ള ഈവിളാണത്. എല്ലാവരുടെ അകത്ത് ആ ഈവിളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പ്രാർത്ഥനയാലെ അതിജീവിക്കണം. അതിന് ആണ് നമ്മൾ കുറിയലൈസോൻ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പം സ്ലോ ചെയ്യുമോ? ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ദൈവത്തിന്റെ കൃപ ഞാൻ അതിനെ അതിജീവിച്ചു. ഐ നെവർ സ്ലോ ഡൗൺ. പിന്നെ മുമ്പിലെല്ലാം വണ്ടി സ്ലോ ആണെങ്കിൽ നമ്മൾ സ്ലോ ആകും, പക്ഷെ ഞാൻ അത് ഗെയ്സ് ചെയ്യാറൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഇതിലേക്ക് എത്തി നോക്കുമ്പം അത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിലോ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് അതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നിരീക്ഷിക്കാനോ പാസീവായിട്ട് കടന്നു പോകാനോ ഒന്നും പറ്റില്ല. അപ്പം റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും മാറ്റിമറിക്കും. ഇപ്പൊ മയക്കുമരുന്ന് പിടിച്ചു, പ്രതിയെ കൊണ്ടുവരുന്നു. അപ്പൊ SI കൈമുഷ്ടിയൊക്കെ ചുരുട്ടി ഇങ്ങനെ ഇടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ ഈ കൊണ്ടുവരുന്ന 3 പേരിൽ ഒരാള് SIയുടെ മോനാണേലോ, അവനെ എങ്ങനെയായിരിക്കും ഇടിക്കുന്നത്? ഈ നരകത്തെ പറ്റിയുള്ള ചിന്ത പുനർചിന്ത എന്ന് പറയും. ഞാൻ പെന്തക്കോസ്തിലെ ഒരു പ്രസംഗകനായിരുന്നു. നരകമൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അന്ന് കത്തുന്ന നരകം എന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഫിലിം ഷോ അവതരിപ്പിക്കുന്നത്. ഒരു സെക്കൻഡ്. ഹലോ പാസ്റ്ററെ, ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുകയാണേ. വിളിക്കാം.
എന്താണെന്നറിയത്തില്ല. ഇപ്പൊ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. സംതിങ് ഹാപ്പൻ പെന്തക്കോസ്റ്റ് ലാംഗ്വേജിൽ, ആത്മമണ്ഡലത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ കത്തുന്ന നരകം, ബേണിംഗ് ഹെൽ എന്നൊരു ഇംഗ്ലീഷ് ഫിലിം. അപ്പൊ ഇതിന്റെ ഫിലിം നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫിലിം ഷോ ഞാൻ നടത്തിയിട്ടുണ്ട് ഒത്തിരി സ്ഥലത്ത്. അപ്പൊ ഈ ഫിലിം ഷോ നടത്തണമെങ്കിൽ ഒരു പ്രൊജക്ടർ വേണം. ഈ പ്രൊജക്ടറും ഫിലിം പെട്ടിയും ഉത്തര കേരളത്തിൽ ഒരിടത്ത് ഫിലിം പ്രദർശനം നടക്കുന്നിടത്ത് നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് അവിടെ നടത്തുന്ന ആൾ അവിടുത്തെ ഷോ കഴിഞ്ഞപ്പോൾ എന്നെ അറിയിച്ച് ഞാൻ വേറെ ഒരാളെ കൂട്ടി ട്രെയിനെ പോയി. വളരെ ഭാരമേറിയതാണ്. അന്നത്തെ കാലത്തെ ഈ പ്രൊജക്ടർ വലിയ വെയിറ്റ് ആണ്. ഇപ്പൊ ഫിലിം ഇത് വലിയ ഭാരമേറിയ സാധനം, അതിങ്ങനെ ട്രെയിനെ ചുമന്ന് കോട്ടയത്ത് കൊണ്ട് ഇറക്കി. ഞങ്ങളുടെ അവിടെ പല സ്ഥലത്ത്, ഒരു 50 സ്ഥലത്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് ആളുകൾ പോകുന്നത് അത് കണ്ട ആളുകൾ പേടിച്ച് വിറയ്ക്കുകയും കാറുകയും, ആ സമയത്ത് ഞങ്ങൾ അവരെ യേശു നിങ്ങളെ വിളിക്കുന്നു, ഇതിൽ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ രക്ഷിക്കുന്ന പരിപാടി. ഞാൻ പറഞ്ഞത് പേഴ്സണലി ഞാൻ ഇതൊത്തിരി പ്രസംഗിച്ചിട്ടുള്ളതാണ്, ഈ നിത്യനരക സിദ്ധാന്തം. ഒരിക്കലും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ, അന്ന് റീലുകളെന്ന് പറഞ്ഞിട്ടില്ല, വീഡിയോകളായിട്ട് ഒക്കെ വരും, ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരൻ, 30 വയസ്സിൽ താഴെ കാണത്തുള്ളൂ. ഇവൻ നഗ്നനായിട്ട്, നഗ്നൻ എന്ന് പറഞ്ഞാൽ ഒരു നിക്കറിട്ടിട്ടുണ്ട്, പൂർണ്ണ നഗ്നനല്ല, പക്ഷെ എങ്കിലും ഇവനിങ്ങനെ ഓടുകയാണ്. ഓടിയിട്ട് ഈ മരത്തെ കയറി, നാട്ടുകാരെല്ലാം ഇവനെ ആക്രമിക്കുകയാണ്, എറിഞ്ഞിടുകയും. ഇവൻ ഭയങ്കര, പ്രത്യേകിച്ച് മയക്കുമരുന്ന് അടിച്ചു കഴിയുമ്പം ഈ അഡ്രിനാൽ റഷ് പോലെയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര സ്വാഭാവികമായ ഉള്ളതിനൊക്കെ കൂടുതൽ സ്കിൽസും പവറും ഒക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യും. ഇവൻ എന്നിട്ട് ഓടി ഒരു ലൈൻ കമ്പിയെ കയറി, ഈ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്. അവിടെ അതിൽ കറണ്ട് ഇല്ലായിരുന്നു അന്നേരം. എന്നിട്ട് ഇവൻ ഈ ലൈൻ കമ്പി വഴി ഇങ്ങനെ പോവാണ്. അതിന്റെ വീഡിയോ ആരോ എടുത്തിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ചിരിക്കുകയാണ്. ഇവന്റെ ഈ കോപ്രായം എല്ലാം കൂടെ കണ്ട്, കാരണം എല്ലാവരും പരിഹസിക്കാണ്, അഡിക്ഷനാണ്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ആളുടെ വീട്ടിൽ ഇരുന്ന ഇത് കാണുന്നത്, അവർ വെച്ചതാ ഇതിങ്ങനെ. അപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇത്. അപ്പൊ അവര് ചോദിച്ചു, പാസ്റ്ററിനാ കരഞ്ഞേ? അപ്പം എനിക്ക് വലിയ വിഷമായിപ്പോയി. അത് പാസ്റ്റർക്ക് അറിയാവോ, ഇവനെ അറിയാവോ എന്ന് ചോദിച്ചു. അറിയാമോ എന്ന് ചോദിച്ചപ്പം ഞാൻ അറിയാതെ എനിക്ക് അറിയാവുന്ന ഉത്തരം പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് അന്നേരം കാണുന്നു. അത് അവരയ്യോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാം, പക്ഷെ എനിക്കറിയാം. അങ്ങനെ എല്ലാവരെയും അറിയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. അവര് മാത്രമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ ഇറ്റേണൽ ടോർമെന്റോ ഇറ്റേണൽ ഹെല്ലോ ഇല്ല. നമ്മുടെ സ്വന്തം ആണെങ്കിൽ, എനിക്കൊരു കുഞ്ഞനുജനുണ്ടെങ്കിൽ ആ അനുജന്റെ പ്രായമുള്ളൂ ആ പയ്യന്. ഏതെങ്കിലുമൊക്കെ കാരണത്താലായിരിക്കും അവൻ അഡിക്റ്റ് ആയത്. ഒരു പക്ഷെ ചതിയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണ, പിയർ പ്രഷർ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു സ്വന്തക്കാരനാണ് ചിന്തിക്കുക, നിങ്ങളുടെ അളിയനോ ആരെങ്കിലും ആട്ടെ, നിങ്ങളുടെ അമ്മാച്ചന്റെ മോനോ. അപ്പം നമുക്ക് അത് പറ്റില്ല. അപ്പം നമ്മൾ തികച്ചും അന്യരെന്നുള്ള ഇതിലാണ് മറ്റുള്ളവരെ കാണുന്നത്. നരകത്തിൽ പോകും നിശ്ചയമായിട്ടും. ആര് പോകും? ആരാണ് നിത്യനരകത്തിൽ പോകുന്നത്? ഈ കത്തോലിക്കരുടെ ആരൊക്കെയാണ് നിത്യനരകത്തിൽ പോകുന്നത്? നിങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അയൽക്കാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, പരിചിതർ, സ്നേഹിതർ. അപ്പൊ അങ്ങനെ വലിയൊരു വലയത്തിൽപ്പെട്ട അനേക ആളുകൾ നിത്യനരകത്തിൽ പെട്ടിരിക്കുകയാണ്. നിത്യനരകത്തെ പറ്റി വളരെ ശക്തമായിട്ട് പറയുന്നവരാണ് ഈ ബ്രദറൻകാര്, പെന്തക്കോസ്തുകാര്.
ബ്രദറിലെ ഒരു ഉപദേശിയോട് ഞാൻ ചോദിച്ചു നിത്യനരകത്തെ പറ്റി അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ. ആ വീഡിയോ നമ്മുടെ ഈ ചാനലുണ്ട് കേട്ടോ, ഒത്തിരി പഴയതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ കടൽ തിരമാല പോലെ ഈ വെള്ളത്തിന് വരെ തീയായിരിക്കും, അഗ്നിക്കടലായിരിക്കും, അതിനകത്തോട്ട് വീഴും, ആളുകൾ ഇങ്ങനെ തിരയടിച്ച് ഇങ്ങനെ ഒന്ന് വരും, പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അയാൾ ഇങ്ങനെ വരുന്ന കാണാം. ഇത്രയും വലിയ തീയുടെ കടലിനകത്ത് തീ തിരമാലകൾക്കകത്തൂടെ ഇങ്ങനെ ഊളിയിട്ട് ഇങ്ങനെ തിരമാല അവരെ ഇങ്ങനെ ടോസ് ചെയ്യും, ഇങ്ങനെ താഴോട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പം ഇവര് കത്തിപ്പോകത്തില്ലേ ഞാൻ ചോദിച്ചു. സ്വാഭാവികമായിട്ടും അപ്പൊ അത് ഒരു ചിരിച്ചിട്ട് പറയാണ് കത്തുകല, അത് കത്തുകേലാത്തൊരു പ്രത്യേകതരം ബോഡി അവർക്ക് കൊടുക്കുമെന്ന്. അപ്പൊ ഞാനൊന്ന് ചിരിച്ചതിന് കയ്യും കണക്കും. അപ്പൊ ഇവർക്ക് ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം അങ്ങനെയാണ്. ഇവർക്കെന്നല്ല, എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളൊരു നിത്യനരകവാദിയാണെങ്കിൽ, ഇഫ് യു ആർ എ കാത്തലിക് ആൻഡ് നിത്യനരകവാദി ആണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അതാണ്. നിങ്ങൾക്ക് വിരോധമുള്ളവരും വെറുപ്പുള്ളവരും നിങ്ങളെ അനുകൂലിക്കാത്തവരും നിങ്ങളോട് യോജിക്കാത്തവരുമായ ആളുകളെ നിത്യനരകത്തിൽ ഇട്ട് ദണ്ഡിപ്പിക്കാൻ വരുന്ന ഒരു ഗുണ്ട മാത്രമാണ് നിങ്ങൾക്ക് ദൈവം. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെപ്പോഴും ഈ കുരിശ് ആണ് നെഞ്ചത്ത് തൂക്കുന്നത്, പള്ളിയിലുമൊക്കെ കുരിശാണ് വെക്കുന്നത്. കുരിശ് ഇങ്ങനെ വെച്ച് എന്താണ് ഈ കുരിശിൽ കിടന്നിട്ട് കർത്താവ് പറഞ്ഞത്? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാ പറഞ്ഞു. അപ്പൊ അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈറ്റീരിയ. ക്രിസ്തു എന്താ ചെയ്തേ? ക്രിസ്തു പഠിപ്പിച്ചെന്താണ്? എന്റെ ശത്രുക്കളെ സ്നേഹിപ്പി. അപ്പൊ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ശത്രുക്കൾ നരകത്തിൽ പോയി വെന്തെരിയും, എരിഞ്ഞാൽ എരിഞ്ഞു തീരത്തില്ല, അങ്ങനെ പൊളഞ്ഞാൽ പൊളഞ്ഞു തീരത്തില്ല, അങ്ങനെ നൂറ്റാണ്ടുകളല്ല അനന്ത കോടി യുഗങ്ങൾ അവരിങ്ങനെ പൊളഞ്ഞോണ്ടിരിക്കും. അനന്ത കോടി യുഗങ്ങൾ നിങ്ങൾ സുഖിച്ചോണ്ടിരിക്കും. എത്ര ഭീകരമായ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇത്ര ക്രൂരമായിട്ട് ലോകത്തിലെ ജനങ്ങളെ കാണാനും തങ്ങളോട് അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സങ്കല്പം മനസ്സിൽ സൂക്ഷിക്കാനും ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനും ആളുകളെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്ക സഭ. എത്ര ക്രൂരമാണ്, എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അല്ലെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്താ ചെയ്തേ? തന്നെ ക്രൂശിച്ച, തന്നെ പരിഹസിച്ച, തന്നെ ഉപദ്രവിച്ച അവർക്ക് വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പൊ ട്രൂ ക്രിസ്ത്യാനിറ്റിയിൽ ക്രൈസ്റ്റ് അബോളിഷ് പണിഷ്മെന്റ് ആൻഡ് ഹെൽ ഓൺ ദ ക്രോസ്. കുരിശിൽ വെച്ച് ഇതെല്ലാം റദ്ദ് ചെയ്യുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, that in the dispensation of the fullness of times he might gather together in one all things in Christ. ഇന്നലത്തെ ലൈവിൽ നമ്മൾ അതേപ്പറ്റി പറഞ്ഞായിരുന്നു. ഓൾ തിങ്സ്,
നമ്മൾ ആ റീഡിങ് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നായിരുന്നു. ഇവിടെ അത് തന്നെ പറയുന്നത്, ഇൻ വൺ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ബോത്ത് വിച്ച് ആർ ഇൻ ഹെവൻ ആൻഡ് വിച്ച് ആർ ഓൺ എർത്ത് ഈവൻ ഇൻ ഹിം. അപ്പൊ ക്രിസ്തുവിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. അപ്പൊ ക്രിസ്തുവിൽ എന്തുണ്ട്? വൺനെസ് ഉണ്ട്. ക്രിസ്തുവിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റിയാണ്. യൂണിറ്റി ഓഫ് വൺനെസ് ആണ്. അപ്പോ ആ ക്രിസ്തുവിലെ തൗഹീദ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. അതിൽ എന്തൊക്കെയാണ് ഒന്നായി ചേരുന്നത്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായിത്തീരും. സ്വർഗത്തിലുള്ള എല്ലാം ഭൂമിയിലുള്ള ചിലതും. അങ്ങനെയാണോ? സ്വർഗത്തിലുള്ളതെല്ലാം, സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഒന്നും കളയാനില്ല. സ്വർഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾക്കൊരു എന്താ, ഒരു പിമ്പിരിയാണ്. അപ്പോൾ സ്വർഗത്തിലുള്ളത് മുഴുവൻ ഇനി എടുക്കാം. ശരി, ഭൂമിയിലാണല്ലോ പ്രശ്നം. ഇപ്പൊ സ്വർഗത്തിലുള്ളത് എല്ലാം, ഭൂമിയിലുള്ളതോ എല്ലാം എടുക്കാവോ? ഭൂമിയിലുള്ള എല്ലാം എടുക്കാമോ? അപ്പൊ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്താണ്? കാലസമ്പൂർണതയുടെ വ്യവസ്ഥ ക്രിസ്തുവിൽ എല്ലാം യുണൈറ്റ് ചെയ്യിക്കുക. യുണൈറ്റ്. ക്രിസ്തുവിൽ യുണൈറ്റ് ചെയ്യിക്കുക. അപ്പൊ ക്രിസ്തുവിൽ യുണൈറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു സാധനമുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ ഒരു പടമുണ്ട്. ആ പടത്തില് നമ്മൾ പലപ്പോഴും ഈ ലൈവിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മാറത്ത് മാങ്ങ തൂക്കിയിട്ടിരിക്കുന്നു എന്ന്. എന്താണത് ഈ മാറത്ത് മാങ്ങ തൂക്കിയിടുക എന്ന് പറഞ്ഞ? കാരണം ക്രിസ്തുവിന്റെ രണ്ട് സ്വഭാവത്തെ കാണിക്കുകയാണ്. ക്രിസ്തുവിന്റെ രണ്ട് സ്വഭാവത്തെ കാണിക്കുകയാണ്. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും നിൽക്കുന്നത്? മുട്ടയ്ക്കകത്ത് മുട്ടയുടെ വെള്ള ഉണ്ണി മഞ്ഞ ഉണ്ണി ഇരിക്കുന്ന പോലെ ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും. This picture represents a Catholic heresy. ഒരു കത്തോലിക്ക ദുരുപദേശമാണ് ഈ ചിത്രം പ്രതിനിധാനം ചെയ്യുന്നത്. ഇതെന്താണ് ഈ ചിത്രത്തിൽ? ഈ നെഞ്ചത്ത് ഒരു സാധനം, ഒരു ഹൃദയമാണെന്നാ പറയുന്നത്. കുഞ്ഞുനാളിൽ ഈ പടം ഞാൻ കണ്ട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തോണ്ടിരുന്ന യേശുവിന്റെ ഹൃദയം ഇങ്ങനെ പറഞ്ഞ് താഴെ പോകുന്നുള്ള. പഴയ പടത്തിനകത്തൊക്കെ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ താഴെ, ഇങ്ങനെ അഥവാ താഴെ വീണ അത് പിടിക്കാനുള്ള പരുവത്തിലായിരുന്നു. ഇപ്പൊ കൈ ഇച്ചിരി മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ പടത്തില് അതൊരു പടവും ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ നോക്കട്ടെ. ഈ കൈ താങ്ങി പിടിക്കുന്നത്, താഴെ പോയാൽ പിടിക്കണം, അങ്ങനെ ഒരു പരുവത്തിന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അങ്ങനെ കാണാം. അപ്പൊ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാനിത് ഓർത്ത് ഒത്തിരി വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവമേ ഇത് താഴെ പോവോ പറഞ്ഞ്
ഈ ഞാൻ ചിന്തിച്ചെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂശീകരണത്തിന്റെ ഒക്കെ സമയത്ത് കുത്തായതുകൊണ്ട് കൊണ്ട് ഈ ചങ്ക് പറഞ്ഞ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, എൻ്റെ ദൈവമേ ഇത് എന്ത് വിഷമായിരിക്കും, ഇതിന് താഴെ പോവോ, ഇങ്ങനെയൊക്കെയാണ് അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ചിന്തിച്ചോണ്ട്. പിന്നീടാണ് മനസ്സിലായത് ഇത് ഡിയോഫൈസിറ്റിസം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇരുസ്വഭാവവാദം. അതായത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നതാണ് ആ നെഞ്ചത്ത് ഒരു മാറത്തെ മാങ്ങാപ്പഴം എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു മാങ്ങ പോലെ സാധനം തൂക്കിയിട്ടിരിക്കുന്നത്. അത് ക്രിസ്തു ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. ഇത് മുട്ടയ്ക്കകത്ത് വെള്ളയുണ്ണിയും മഞ്ഞയുണ്ണിയും കിടക്കുന്ന പോലെയാണ്. അപ്പോ ഡിയോഫൈസിറ്റിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇരുസ്വഭാവവാദം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ രക്ഷ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയാതെ പറയലാണ്. കാരണം ഇത് രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ രക്ഷ ഇതുവരെയും, ഈ ടൈപ്പ് പടം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും ഒരു പടം നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ ആത്മാവിനോടും നിങ്ങൾ ചുറ്റുപാടുകളോടും ലോകത്തോടും വായുമണ്ഡലത്തോടും തിരിയക്കുകളോടും എല്ലാം നിങ്ങൾ ആ ചിത്രം തൂക്കുന്നതിലൂടെ പ്രഖ്യാപിക്കുകയാണ്, അവർ സാൽവേഷൻ ഈസ് നോട്ട് യെറ്റ് കം, ഇറ്റ് നോട്ട് യെറ്റ് ഫുൾഫിൽഡ്, ഇറ്റ്സ് നോട്ട് യെറ്റ് എ റിയാലിറ്റി. ഞങ്ങളുടെ രക്ഷ ഇന്നുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, അത് ആഗതമായിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമായിട്ടില്ല, അത് ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുകയാണ്. മുട്ടയുടെ അകത്ത് വെള്ളയും ഉണ്ണിയും ഇരിക്കുന്നത് പോലെയാണ് ക്രിസ്തുവില്. പക്ഷേ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതല്ല. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ the dispensation of the fullness of time. ഡിസ്പെൻസേഷൻ, ഡിസ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ഡിസ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യാന്ന് ഞങ്ങളുടെ അർത്ഥം. ഡിസ്പെൻസറി എന്ന പദമൊക്കെ നമുക്ക് വളരെ പരിചയമാണ്. മരുന്ന് വിതരണം ചെയ്യുന്നതിനാണ് ഡിസ്പെൻസറി എന്ന് പറയുന്നത്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. കാലസമ്പൂർണതയുടെ വ്യവസ്ഥയിൽ ഒരു ഡിസ്പെൻസേഷൻ നടക്കും. ആ ഡിസ്പെൻസേഷൻ എന്തായിരിക്കും? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി തീരുന്നതായിരിക്കും ക്രിസ്തുവിൽ. ആ കാലസമ്പൂർണത എപ്പോഴാ വന്നത്? ഗലാത്യർ 4:4 പറയുന്നത് വെൻ ടൈം കം, അല്ലേ? വെൻ the time had fully come, or when the fullness of time had come. But when the fullness of time had come, God sent his son, born of a virgin. അപ്പൊ കന്യകയിൽ നിന്ന് ജാതനായി ദൈവം തന്റെ പുത്രനെ അയച്ചപ്പോൾ ആ ക്രിസ്തുവിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർന്നു. മിയാഫൈസിറ്റിസം, ഇതാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പ്രൗഡ്ലി ആ വിശ്വാസം പറയുന്നത്. കാരണം ദാറ്റ് മേക്സ് സെൻസ്, ഇറ്റ് ഹാസ് ലോജിക്കൽ കൺസിസ്റ്റൻസി. അപ്പൊ തിയോളജിക്കലി വർത്തിയാണത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവനിൽ ഒന്നായിത്തീരുന്നു. ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. കാലസമ്പൂർണതയുടെ ഡിസ്പെൻസേഷൻ, കാലസമ്പൂർണതയിൽ കാലത്തികവിൽ ബേതിലഹേ. എനിക്ക് നല്ല പനിയുണ്ട്, ഇവിടെ ഈ ഫ്ലൂ സീസണാണ്. അപ്പൊ ഈ അതുകൊണ്ട് ഇങ്ങനെ സംസാരത്തിലൊരു മന്ദത വരും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന എന്നാന്ന് വെച്ചാൽ, ഈ കാലത്തികവിൽ, കാലത്തിന്റെ പൂർണ്ണതയിൽ ഈ കന്യകാമറിയം ഈ ദിവ്യ ശിശുവിനെ പ്രസവിച്ചു എന്നുള്ളത് സുറിയാനി ആരാധനാക്രമത്തിലെ ഒരു കേന്ദ്ര പ്രതിപാദ്യ വിഷയമാണ്. അതിന്റെ കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിൽ എല്ലാം ഒന്നായിത്തീരുന്നു. ഓൾ തിങ്സ് യുണൈറ്റ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൽ ഇതെല്ലാം ഒന്നായി തീരുന്നു.
അപ്പൊ എവിടെയാണ് നരകം ഫിറ്റാവുന്നത്? നരകം ഫിറ്റാവുകയാണെങ്കിൽ ക്രിസ്തു പോയി നരകത്തിൽ കിടക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഇവര് പറയുന്ന ഈ ഉപദേശത്തിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. അല്ല, ഇവര് പറയുന്ന സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം. ഇപ്പൊ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എല്ലാം ഒന്നായി തീരുന്നു. അപ്പൊ അതിനകത്ത് ഒന്നും എക്സ്ക്ലൂഡ് ആകുന്നില്ല. ഈ യേശുക്രിസ്തുവിനെ ഭൂവാനങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പൗലുസ്ലിയ പറയുന്നുണ്ട്. അത് ഫിലിപ്പിയ ലേഖനത്തിലാണ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? സ്വർലോകരുടെയും ഓക്കെയാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഭൂലോകരുടെയും എന്ന് ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരുടെയും കൂടെ മുഴങ്കാലം അടങ്ങും, ഭൂലോകരുടെയും എന്ന് പറഞ്ഞത്. പൗലുസ് ലീഹ ഒരു പടി കൂടെ കടത്തി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയാണ് അധോലോകരുടെയും. അപ്പോ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. ധാരാണ്ടപ്പ ഈ അധോലോകത്തിൽ കിടക്കുന്നേ? അപ്പൊ ഉപരിലോകത്തിൽ കിടക്കുന്നവരും ഭൂലോകത്തിൽ കിടക്കുന്നവരും അധോലോകത്തിൽ കിടക്കുന്നവരും ഒരുപോലെ ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഒരുപോലെ. അപ്പം നമ്മുടെ പതിവ് ചോദ്യം വരിക, അപ്പോൾ ഈ ഹിറ്റ്ലറാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ജെഫ്രി എപ്സ്റ്റീൻ, ഇടക്കാലത്ത് ഗോവിന്ദച്ചാമി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗോവിന്ദച്ചാമി, അവരൊക്കെ നരകത്തിൽ പോണം, തീക്കകത്ത് ഇങ്ങനെ പൊളയണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല. ഞങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹിറ്റ്ലറോട് ക്ഷമിക്കാൻ പറ്റുമോ? നമ്മൾ ഷിൻലേസ് ലിസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ, ഈ ഹോളോകോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ വായിച്ചാൽ, ഇവിടെ ഹൂസ്റ്റണിൽ ഒരു ഹോളോകോസ്റ്റ് മ്യൂസിയം ഉണ്ട്. ഹൂസ്റ്റണിലുള്ളവരൊക്കെ കണ്ടിട്ടില്ല, പോയി കാണണം. തേഴ്സ്ഡേ പോയാൽ ഫ്രീ ആണ്, വ്യാഴാഴ്ച പോയാൽ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണം, വേണം കാണാൻ. അല്ലാത്ത ദിവസങ്ങളിൽ പൈസ കൊടുക്കണം. അപ്പോ ഇവിടെ ഇതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, പൈസ ഇല്ലെന്ന് പറഞ്ഞ ഒരാള് മ്യൂസിയം കാണാതിരിക്കരുത്. അതുകൊണ്ട് എല്ലാ മ്യൂസിയവും വ്യാഴാഴ്ച ഫ്രീ ആയിട്ട് കയറ്റിവിടും, കാണേണ്ടവർക്ക് കാണാൻ. എന്നാലും കാണുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഹോളോകോസ്റ്റിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഹിറ്റ്ലറോട് ക്ഷമിക്കാൻ പറ്റുമോ? ഹിറ്റ്ലർ അപ്പൊ അതുപോലെ തിന്മ ചെയ്തിട്ടുള്ള ആളുകൾ, കൊലപാതകം ചെയ്തിട്ടുള്ള ആളുകൾ. ഇന്ന് എന്നോടൊരു ആളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതേപ്പറ്റി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതേപ്പറ്റിയാണ് ചോദിക്കുന്നത്. ഏതാണ്? ഈ നരകത്തെ പറ്റി ഒരു ക്ലാരിറ്റി വേണം. ഇതാണ് മെസ്സേജ്. ഹലോ ഷിബു അച്ഛ, ക്ലാരിറ്റി റിക്വയർഡ്. if a sinner or cruel person
who after death has equal treatment to that of a person who lived a pious life. ഒരു കണ്ണാടി വെക്കാം, അതാ എളുപ്പം. വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ സംഗതി സെറ്റായിട്ടുണ്ട്. Hello Shubhachaya, clarity required. If a sinner or poor person who after death has equal treatment to that of a person who lived pious life, then why should one be Christian or pray or have bread of life? Why should one be moral as both are same? In one of your video reason you said Epstein and those who were killed will be having same treatment, then why one must worship? ഇത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇന്ന് വന്നൊരു മെസ്സേജാണ്. അപ്പൊ ഇതിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് വർഷിപ്പ് ചെയ്യുന്നത്? സ്വർഗത്തിൽ പോകാനാണ്. മനസ്സിലായത്? നമ്മളൊരു പ്രതിഫലം ഇച്ഛിച്ച് ഒരു കർമ്മം ചെയ്യുന്ന പോലെയാണ്. ഈ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒന്നും നമ്മൾ അക്വയർ ചെയ്യുന്നില്ല. എവറിത്തിങ് ഈസ് ഫ്രീ ആൻഡ് എവറിത്തിങ് ഈസ് ഗിഫ്റ്റ്. അത് തന്നെയല്ല, ആദ്യം നമുക്കിത് തരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, ആദ്യം ഗ്രാജുവേഷൻ ആണ്, പിന്നെ പഠനമാണ്. അതിന് തന്നെ ഗ്രാജുവേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഷിപ്പേ പോവാണ്, ഒരു വലിയ ഷിപ്പേല്. ഇപ്പം ഇവിടെയൊക്കെ ഉള്ള ഷിപ്പ്, ഇപ്പം ഇവിടെ നിന്നുള്ള ക്രൂയിസ് ഷിപ്പൊക്കെ ഉണ്ട്. 3500 യാത്രക്കാരൊക്കെ അത് കയറ്റും. ഒരു 1500 ജീവനക്കാരാണ്. എല്ലാം കൂടെ ഒരു 5000 പേരൊക്കെ കാണും. അത്ര പടുകൂറ്റൻ ഷിപ്പാണ്. ഇപ്പം ഈ 5000 പേർക്ക് മാസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണവും കാര്യവും എല്ലാമായിട്ട് ഈ ഷിപ്പ് പോകുന്നത്. അപ്പൊ ഈ ഷിപ്പ് യാത്ര തുടങ്ങുമ്പം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും. ഇതിനകത്ത് ഇത്ര ഇന്ന സംവിധാനങ്ങളുണ്ട്, കളിസ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട്, നീന്തൽ കുളങ്ങളുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ അതിനകത്ത് പറയും ഇങ്ങനെ ഇത്ര ലൈഫ് ഗാർഡുകൾ ഇവിടെ ഉണ്ട്, അഥവാ ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ അവരെ രക്ഷിക്കാൻ. പിന്നെ ലൈഫ് ജാക്കറ്റുകൾ ഇനഫ് ഉണ്ട്. നമുക്ക് മൊത്തം 5000 പേരാണ് ഇപ്പോൾ ഷിപ്പിലുള്ളത്. നമുക്ക് 5500 ലൈഫ് ജാക്കറ്റ് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ലൈഫ് ബോട്ടുകളുണ്ട്. 6000 പേരെ പോലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ബോട്ടുകൾ. വി ഹാവ് ഇനഫ് ബോട്ട്സ്. അപ്പം ഇങ്ങനെ ഈ ഷിപ്പിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് ഷിപ്പ് ഇങ്ങനെ പോകുമ്പം ഒരാൾ കാൽ വഴുതി വെള്ളത്തിൽ വീണാൽ അയാളെ ഈ ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ വീണവനോട് അസൂയപ്പെടുവോ? വീണവനോട് അവനെ രക്ഷപ്പെടുത്തിയതിൽ അസൂയപ്പെടുവോ? നിങ്ങൾക്ക് ഈർഷ്യ തോന്നുവോ? പോട്ടെന്ന് വെച്ചാൽ പറയും, എന്തിനാ അവനെ മെനക്കെട്ട് രക്ഷിക്കുന്നത്? നിങ്ങൾ കൂടെ ടിക്കറ്റ് എടുത്ത പൈസ, അതിൻ്റെ ഒരു ഷെയറാണ് ഈ ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. നിങ്ങളുടെ ചെലവിലാണ് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാനും ചാടും എന്ന് പറഞ്ഞ് നിങ്ങൾ കടലിൽ ചാടുവോ? ഇവന്മാരെയൊക്കെ രക്ഷിച്ച, അങ്ങനെയാണ് എന്നെ രക്ഷിക്കട്ടെ, അങ്ങനെ ചാടുവോ? റേപ്പ് ചെയ്തോനെ, കൊലപാതകം ചെയ്തോനെ ഒക്കെ ദൈവം സ്നേഹിക്കുന്നു. ആഹാ, എന്നാ ഞാൻ 2 റേപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോവോ? പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? ഇത് പണ്ടോട്ട് മനുഷ്യന്റെ ചോദ്യമാണ്. യേശു കർത്താവ് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഓഫ് എ ലവിങ് ഫാദർ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ സ്റ്റോറിയെ സ്റ്റോറി ഓഫ് എ പ്രോഡിഗൽ സൺ എന്നാ പറയും. മുടിയനായ പുത്രന്റെ കഥ, ധൂർത്ത പുത്രന്റെ ഉപമ എന്നൊക്കെ പറയും. ഇതിനകത്ത് ഇളയ മകൻ വരുമ്പോ അവനെല്ലാം നശിപ്പിച്ചു. സ്വത്ത് നശിപ്പിച്ചു, മാനം നശിപ്പിച്ചു, ആരോഗ്യം നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു, നഷ്ടപ്പെടുത്തി. ആ ഒരു സ്റ്റേറ്റിൽ വരുന്ന ആ മകനെ പിതാവ് വാരിപ്പുണരുകയാണ്. കാരണം എന്നാ? ഹീസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ. ഹി ക്യാരി ദാറ്റ് ഇമേജ്. ഒരു കോയിൻ എത്ര ചെളിയിൽ കിടന്നാലും ആ കോയിന്റെ വിലയുണ്ട്. കാരണം അതിലുള്ള മുദ്രയാണ്. സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? ഇപ്പൊ യേശു ചോദിച്ചു, ഇതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? സീസറുടേതാണ്. എങ്കിൽ സീസർക്കുള്ളത് സീസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. അപ്പൊ ദൈവത്തിനുള്ളത് ഏതാണ്? ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തും ആരിലാണ്? ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ മനുഷ്യൻ എന്നതാണ്
ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തുമുള്ള നാണയമാണ്. അതുകൊണ്ട് ആ വില അത് എവിടെ എങ്ങനെ കിടക്കുന്നു എന്ന് അർത്ഥമില്ല. ചെളിയിൽ കിടന്നാലും എവിടെ ഏത് മാലിന്യത്തിൽ കിടന്നാലും ഭംഗിയുള്ള ഒരു സ്ഥലത്തിരുന്നാലും ഇറ്റ് ക്യാരീസ് ദാറ്റ് സീൽ ആൻഡ് ഇമേജ്. അതുകൊണ്ടാണ് പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഇവനെ സ്വീകരിക്കുകയും അവന് വേണ്ടി മേത്തരമായ വിരുന്ന്, തടിപ്പിച്ച കാളക്കുട്ടി അറുക്കുക, വിരുന്ന് ഉണ്ടാകട്ടെ, പാട്ടുകൾ ഉണ്ടാകട്ടെ, അങ്ങനെ മ്യൂസിക് സ്റ്റാർട്ടായി. അപ്പോഴാണ് മൂത്ത മകൻ വയലിൽ നിന്ന് വരുന്നത്. മൂത്ത മകൻ വയലിൽ നിന്ന് വന്ന് പാട്ടും കൂത്തും ഭയങ്കര ആഘോഷം. അപ്പൊ എന്നാ പരിപാടി വെച്ചു, അതിങ്ങനെ ധൂർത്തപുത്രൻ വന്ന് അവനെ സ്വീകരിച്ചു. ഓ ശരി. അപ്പൊ ഈ വിരുന്നൊക്കെ ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചിരിക്കുക, അവരെ ഇതൊക്കെ നടത്തുന്നത്. ശരി, അത് ആരുടെയാ? അത് ഷിബു പീഡിയക്കൽ എന്ന് പറയും. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇത് നടത്തുന്നത്. അത് ശരി. പിന്നെ പിണങ്ങി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഷിബു പീഡിയക്കലിന് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചേക്കാം. അങ്ങനെ വന്ന മെസ്സേജാ ഇത്. ആ മെസ്സേജിനകത്ത് പുള്ളി ചോദിച്ചിരിക്കുകയാണ്, ഞാൻ ഈ പയസ് ലൈഫ് നയിക്കുന്നുണ്ട്, എന്ത് വിശേഷം? എനിക്കും പോയിക്കൂടെ? തനിക്കും പോകാം. അപ്പൊ മൂത്ത മകൻ ചോദിക്കുകയാണ്, അപ്പാ ഞാൻ ഇത്ര കാലമായി നിന്നെ സേവിക്കുന്നു, മര്യാദക്കാരനാണ് ഇവിടെ. ഞാൻ അച്ചടക്കത്തോടെ പെരക്കാത്ത നിൽക്കുക. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കണ്ടെത്തി പോവുക, വൈകുന്നേരം 6 വരെ കന്നിനെ പൂട്ടുക, 6 മണി കഴിയുമ്പോൾ തിരിച്ചു കയറി വരിക, കഞ്ഞി മുളകും കഴിച്ച് കിടന്നുറങ്ങുക, പിന്നെ രാവിലെ പോവുക. എത്ര നാളായി ഞാൻ നിന്നെ സേവിക്കുന്നു. അവനെ സംബന്ധിച്ച് അതൊരു സേവയാണ്. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ പുത്രൻ വന്നപ്പോൾ, ഈ നിന്റെ പുത്രൻ ആര്? അവന്റെ അനിയനാണ്. അവനത് പറയാൻ പറ്റുന്നില്ല. എന്റെ അനിയൻ എന്ന് പറയുന്നതിന് പകരം അവൻ പറയാം നിന്റെ പുത്രൻ. അപ്പൊ നിന്റെ പുത്രൻ എന്നതിൽ നിന്ന് എന്റെ അനുജൻ എന്നതിലേക്ക് നിന്റെ വേൾഡ് വ്യൂ മാറുന്നതിന്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എൻലൈറ്റ്മെന്റ്. അതിനെയാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ 46 എന്ന് പറയുന്നത്. അത് പ്രകാശനം കിട്ടുന്നു എന്നതിന് മലയാളത്തിൽ പറയും. അപ്പൊ പ്രകാശനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മത്സരവും ഇങ്ങനെയുള്ള ഡിവിഷൻസും വിഭാഗീയതയുമാണ്. കാരണം ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി തീർന്നെന്നും ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി ചേർന്ന ആ പുത്രനെയാണ് പരിശുദ്ധ കന്യകാമറിയം പ്രസവിച്ചതെന്നും ഉള്ള ബോധ്യം, ആ ബോധ്യത്തിന്റെ കടക്കലാണ് കത്തോലിക്ക സഭ കത്തിവെച്ചിട്ട് ഇത് രണ്ടാണ്, ഇതെന്നും രണ്ടാണ്, ഇതൊന്നാവുക അസാധ്യമാണ്, രക്ഷ അതുകൊണ്ട് അവതാളത്തിലാണ്, ഒരു പക്ഷെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ആ മാറത്ത് മാങ്ങ തൂങ്ങിക്കിടക്കുന്ന പോലെ നിന്റെ രക്ഷയും ഇങ്ങനെ തൂങ്ങിക്കിടന്നാടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നിത്യനരക സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നിത്യനരക സിദ്ധാന്തം എങ്ങനെയാ വന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പലരും ഈ മൂത്ത മകന്റെ ഒരു ആശയത്തിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ആ പിതാവിന്റെ ഹൃദയത്തിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.